ഇന്ന് നമ്മളുടെ വാവയിലെ ഗായകർ ഒത്തുചേർന്ന് ഓണാഘോഷം നടത്തുന്ന ഒരു സുദിനമാണ്. ഈ ആഘോഷത്തിനിടയ്ക്കും നമുക്ക് സ്മരിക്കാൻ വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവരെ ഒരു നിമിഷം അനുസ്മരിക്കാം. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നിട്ട് ഒരു നിമിഷം അവർക്കായി ഈ ആഘോഷത്തിൻ്റെ പ്രിയമുള്ള കലാകാരന്മാരെ, കലാസ്നേഹിതരെ, പ്രിയമുള്ളവരെ, മലനാടിനെ സ്വർഗ്ഗതുല്യമാക്കി മാറ്റുവാൻ വേണ്ടി മാറ്റിയ ഇതിഹാസ കഥയിലെ കഥാപുരുഷനായ മാവേലിയുടെ വരവിനെയാണ് നമ്മളെല്ലാവരും തിരുവോണമായി ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ പറയുന്നുണ്ട്, മാ അരുത്, വേലി അരുത്, മനുഷ്യത്വം വിട്ട് ഒന്നും ചെയ്യും. അത്തം മുതൽ 10-ാം തീയതി ഓണത്തിനായി സോമാസ്റ്റർ ക്ഷണിച്ചുള്ളൂ. അതിനായ മന്ദാചേട്ടൻ, ശിഷ്ടം, എൻ്റെ പ്രിയങ്കരായ സുഹൃത്തുക്കളെ, ജോസിച്ചേട്ടൻ പറഞ്ഞതുപോലെ ചേർന്നുകൊണ്ട് ക്രിസ്മസ് നമ്മൾ ഒരു പ്രത്യേക വിഭാഗക്കാർ മാത്രം, ക്രിസ്തീയ വിഭാഗക്കാർ മാത്രം ആഘോഷിക്കുന്ന ഒരു ചടങ്ങായി, സങ്കുചിതമായ ഒരു ചടങ്ങായി മാറുന്നു. അതുപോലെ വിഷു ഹൈന്ദവർ മാത്രം ആഘോഷിക്കുന്ന ചടങ്ങായി മാറുന്നു. നബിദിനം പോലെയുള്ള ഇതെല്ലാം മുസ്ലിം വിഭാഗക്കാരുടെ മാത്രമായ ആഘോഷമായി മാറുന്നു. ഇതിൽ ഒരു വ്യത്യാസം വരുത്തിക്കൊണ്ട് എല്ലാ ആഘോഷങ്ങളും എല്ലാ വിഭാഗത്തിന് നേതൃത്വം നൽകിയത്. ഇവിടെ പാടാൻ വരുന്നവരൊക്കെ കൂടി ഒന്ന് ചർച്ച ചെയ്തപ്പോൾ ഉണ്ടായ ഒരു തീരുമാനമാണ്. നമ്മുടെ ഈ കൂട്ടായ്മ ഇന്ന് കൂടി ഇത് എന്നും നിലനിൽക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ എല്ലാ മനസ്സും ഒന്നിച്ചുള്ള ഞാൻ വിളിച്ചപ്പോൾ ഇത്ര ആളുകളുണ്ട് നിലനിൽക്കണം. എന്തായാലും അത് സന്തോഷത്തോടെ നിങ്ങൾ സ്വീകരിച്ച് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഏതായാലും ഓണത്തിന് നമുക്ക് ഉള്ള പോലെ അടിച്ച് പഠിക്കും. ഇപ്പോൾ തോമാഷ് പറഞ്ഞ പോലെ പറ്റിയാൽ ആൾക്കാര് ആരുണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞത്, ആരുണ്ടാവുണ്ടായിരിക്കട്ടെ. ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചത് നമുക്ക് പറഞ്ഞ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഇത് ഞാൻ ഒറ്റയ്ക്ക് എടുത്തൊരു തീരുമാനമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നേതൃത്വത്തിൽ നിന്നൊരു കുറ്റം പറയുന്നതല്ല, ഇതൊക്കെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അവരൊന്നും ഇതേപ്പറ്റി ഒന്നും സംസാരിച്ചില്ല. ഞാനങ്ങനെ ആലോചിച്ചു, ഓണമായിട്ട് എന്തെങ്കിലും നടക്കുന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ വിളിച്ച് ജയ്മോനോട് പറയുന്നത്. അപ്പം നമുക്ക് ചെയ്യാം. നമ്മുടെ ആളുകളെ വിളിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സുണ്ട്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ്, ഇതൊക്കെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇനി വരാനുണ്ട്. അവരൊക്കെ എന്താ സൗകര്യം എനിക്കറിയില്ല. എന്തായാലും സന്തോഷത്തോടുകൂടി കൂടിപ്പോ വേറെ അധികം ഒന്നും പറയാനുണ്ട്. പറയുന്നത് നമ്മള് ജനുവരി 1-ാം തീയതി, അതായത് 31st നൈറ്റിലും ഇവിടെ റോയൽ ഐലൻഡ് ക്ലബിലൊക്കെ അടിപൊളി പരിപാടികളും വളരെ വേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂനാരം ചാത്തിയ കന്നി പൂമകൾ വേണം. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂനാരം ചാത്തിയ കന്നി പൂമകൾ വേണം. കുന്തത്തെ കാവിൽ നിന്നും താഴെഴുന്നള്ളൊന്നേ അവരോട് പഞ്ചൽ മൂടിക്കോരുന്നുണ്ടേ, മൂടിക്കോരുന്നുണ്ടേ. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂനാരം. എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചിന്തത്ര പടമുന്നതിനാലേ എന്നും ചിരിക്കും സ്നേഹരാഗലോലമോ നിലാവിൻ സാഗരമോ
കിളി വരുവാൻ കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ പാടിയാടിവാ പുലപേടി കണ്ണിവാ പൂവുകൊള്ളിവാ മത്സാവിലൂടെ വാ കാറ്റിയാരുമീ മുളക്കാറ്റിനുള്ളിലും ഓണമില്ലൊഴി മുഴങ്ങുന്നു. പ്രസംഗിക്കുന്നവനെ പിശാച് പിടിക്കുന്നവനെ അങ്ങനെ ഒരു ദൈവത്തിന് ഞാൻ മുതിരുന്നില്ല. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ വാവയുടെ ജീവൻ നിലനിർത്തുന്ന ഒരു സദസ്സാണിത്. ഏറ്റവും ബഹുമാന്യനായ സമൃദ്ധിയോടുക്കുകൾ കൊടുക്കൊരുങ്ങിയ ഓർമ്മകളുണരും പുലരികളാൽ രാമമുണരും തുടിപ്പുകളാൽ അവൻ കുഞ്ഞാളിക്കാം നിന്നെ ഞാൻ ആയിരക്കാവിലെ പാതിരാമുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ പൂരിക്കാം നിന്നെ ഞാൻ പോലെ പൂമാനം പൂത്തുലഞ്ഞേ പൂവള്ളിക്കുടിലിരഞ്ഞേ കരടുവന്നു കിളിഞ്ഞു പുഴയും പത്തോളം കാത്തണിഞ്ഞു പൂമാനം പൂത്തുലഞ്ഞേ വിടരുമോ ശിശിരം പൊതിയും പിന്നെ കഥകളിയുണ്ടയാം കമലതലത്തിലൻ ദേവിയുള്ളൂ ദേവി ഓണത്തുമ്പി പാടും ഓർമ്മകൾ നീയും ഓമൽ പൂവേ നീ തേടും മനോഹര
ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 कुछ ना कहो कुछ भी ना कहो कुछ ना कहो സ്വപ്നത്തിൽ താരം പൊയ്യിറങ്ങിയ രൂപവതി നീലത്താമരമിഴികൾ തുറന്നു चाहे तुम कुछ ना कहो मैंने सुन लिया के साथी प्यार का मैंने सुन लिया
വിളിപ്പൂ വിളിപ്പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവി ഓണത്തുമ്പി പാടും ഓരോ ഓർമ്മകളെയും ഒരു വിളികൾ വിളത്താൻ വാ മധുമഴ നനയാൻ വാ